പാലക്കാട് എലപ്പുള്ളിയിൽ മദ്യ കമ്പനി കൊണ്ടുവരാനുള്ള നീക്കവുമായി പിണറായി സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ അതേ പഞ്ചായത്തിൽ സമഗ്ര മത്സ്യകൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ച മോദി സർക്കാർ. കേന്ദ്ര സർക്കാരിന്റെ ഉൾനാടൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് 8 കോടിയിലേറെ രൂപ ചെലവിൽ സമഗ്ര മത്സ്യകൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ വികസിത ഭാരതം മറ്റ് 2047 ഭാഗമായി രാമശ്ശേരി ഗാന്ധി ആശ്രമത്തിന്റെ പങ്കാളിത്തത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ഉൾനാടൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എലപ്പുള്ളി പഞ്ചായത്തിൽ സമഗ്ര മത്സ്യകൃഷി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്ത കർഷകർക്കുള്ള സെൻസിറ്റൈസേഷൻ പ്രോഗ്രാം കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി ആശ്രമത്തിലെ കൃഷ്ണകുമാറിന്റെ കൂടെ സന്ദർശിക്കാൻ ഇടയായി. ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഇവിടെ 600 കുളങ്ങളുണ്ട്. ഞാനത് തെറ്റിയതുകൊണ്ട് ആണോ എന്നറിയാൻ 60 കുളങ്ങളാണോ എന്ന് ചോദിച്ചപ്പം 600 കുളങ്ങളുണ്ട് ഒരു പഞ്ചായത്തിൽ. അതെനിക്കൊരു പുതുമയായിട്ട് തോന്നി. അത് മാത്രമല്ല, വേറെ വാട്ടർ ബോഡീസ് അദ്ദേഹം പറഞ്ഞു കോറിയിടതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ തടയണകളുണ്ട്, അതൊക്കെ തന്നെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഇങ്ങനെ നമുക്ക് അക്വാകൾച്ചർ ഉൾനാടൻ മത്സ്യകൃഷി നടത്താം എന്നുള്ളൊരു പ്രപ്പോസൽ വെച്ച്. മത്സ്യപ്രജനനത്തിനും വിത്തുൽപാദനത്തിനും ഹാച്ചറി സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തികളാണ് പദ്ധതിയുടെ ഭാഗമായി ആദ്യം ആരംഭിക്കുന്നത്. കൃഷി ചെയ്യേണ്ട രീതികൾ സംബന്ധിച്ച് കുളങ്ങൾ ഏറ്റെടുത്ത കർഷകർക്ക് പരിശീലനവും തുടർന്ന് നൽകും. എലപ്പുള്ളി പഞ്ചായത്തിൽ 500-ൽ പരം കുളങ്ങളും പാറമടകളും തടയണകളുമുണ്ട്. കൂടാതെ അലങ്കാര മത്സ്യകൃഷിക്ക് അനുയോജ്യമായ സൗകര്യങ്ങളുമുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ കഴിയുന്ന കൃഷിരീതി, പോഷകാഹാരം ലഭ്യമാക്കൽ, ഭക്ഷ്യസുരക്ഷ, വനിതകൾക്ക് തൊഴിൽ, ഗ്രാമ സമ്പദ് വ്യവസ്ഥയെ മെച്ചപ്പെടുത്തൽ, കർഷകർക്കും തൊഴിലാളികൾക്കും അധിക തൊഴിൽ ദിനങ്ങൾ, തൊഴിലുറപ്പ് പദ്ധതിയുടെ സംയോജനം തുടങ്ങിയ ലക്ഷ്യങ്ങൾ കൂടി ഈ പദ്ധതിയിലൂടെ നേടിയെടുക്കാനാകുമെന്ന് അധികൃതർ പറഞ്ഞു. പിണറായി സർക്കാർ ജലചൂഷണം നടത്താൻ സാധ്യതയുള്ള മദ്യനിർമ്മാണ കമ്പനിക്ക് അനുമതി നൽകി മുന്നോട്ടു പോകുമ്പോഴാണ് ജലാശയങ്ങൾ സംരക്ഷിക്കുന്നത് കൂടിയായ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കമിട്ടിരിക്കുന്നത്. ജനം, പാലക്കാട്.